വളരെ ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് SIRന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞ് പേരുകളിലും ഇനീഷ്യലുകളിലുമുള്ള ചെറിയ അക്ഷരവ്യത്യാസങ്ങൾ കാരണം 18 ലക്ഷത്തോളം പേർക്ക് അധിക രേഖകൾ സമർപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട്. 18 ലക്ഷം പേര്. ഈ പിഴവുകൾ അധികവും കമ്മീഷൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ മൂലം വന്നാണ്. ഈ ആപ്ലിക്കൻസിന്റെ കുഴപ്പം കൊണ്ട് വന്നതല്ല, സോഫ്റ്റ്വെയറിന്റെ കുഴപ്പം കൊണ്ട് വന്നിട്ട് 18 ലക്ഷം പേര് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞ് ചെറിയ അക്ഷരവ്യത്യാസങ്ങൾ കാരണം വന്നിട്ടുണ്ട്. ഇതിന് പൗരന്മാരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്ന് കമ്മീഷൻ പൂർണ്ണമായി പിന്മാറണം. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി കാരണം BLO ആപ്പിൽ ജനറേറ്റ് ചെയ്ത നോട്ടീസ് ഉണ്ട്. ഈ 18 ലക്ഷം പേർക്ക് ജനറേറ്റ് ചെയ്തിരിക്കുകയാണ് നോട്ടീസ്, ഹിയറിങ്ങിനുള്ള നോട്ടീസാണ്. അത് കംപ്ലീറ്റ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് BLOമാർ പോയി തന്നെ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയറിൽ വന്ന തെറ്റുകൾ മൂലവും കറക്ഷൻസ് വരുന്നതിന് വീണ്ടും ഈ ആളുകളെ വിളിച്ചു വരുത്തി ഹിയറിംഗ് കൊടുക്കുക. അതിന് കൃത്യമായ ഡയറക്ഷൻ പോകണം. ചെയ്യാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചതാണ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് ആ ഡയറക്ഷൻ പോകുന്നില്ല. അത് പല സ്ഥലത്തും BLOമാർ അത് ചെയ്യുന്നില്ല, ഈ കറക്ഷൻ ചെയ്യുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതിയായിരിക്കും. പിന്നെ അനധികൃത വോട്ട് നീക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫോം 7 വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതാണ്. ഇത് തടയാനുള്ള കർശന നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കും. തെറ്റായ വിവരങ്ങൾ വെച്ച് ഫോം 7 സമർപ്പിക്കുന്ന വ്യക്തികൾക്കെതിരെ പരിശോധന കൂടാതെ അനുമതി നൽകുന്ന BLOമാർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും. തെറ്റായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരാളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ വേണ്ടിയിട്ട് ഫോം 7 വെച്ച് അപേക്ഷ കൊടുക്കുക. അത് കൃത്യമായി പരിശോധിക്കാതെ ഈ ആളെ അറിയിക്കാതെ, ആളെ നോട്ടീസ് കൊടുക്കാതെ. ഇപ്പൊ എന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഒരാൾ തെറ്റായ വിവരങ്ങൾ വെച്ച് ഫോം 7 നോട്ടീസ് കൊടുത്ത് എന്റെ പേര് റിമൂവ് ചെയ്യാണ്, ഞാൻ അറിയുന്നില്ല. പ്രോപ്പറായിട്ടുള്ള പരിശോധന BLOമാർ നടത്തുന്നില്ല. വ്യാപകമായി ഇത് സംസ്ഥാനത്തുടനീളം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ ജില്ലകളിൽ ഇത് വളരെ കൂടുതലാണ്. തുറന്നു പറയാമല്ലോ, മലബാറിലെ ജില്ലകളിൽ ഇത് വളരെ കൂടുതലാണ് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഫോം 7 വെച്ചിട്ട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ റിമൂവ് ചെയ്യാം. അത് പരിശോധന കൂടാതെ ആളെ അറിയിക്കാതെ പേര് മാറ്റുക, അത് ചെയ്യണം. പിന്നെ SIR പൗരത്വ പരിശോധന കൂടി ആയതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കുറെ കൂടി ഉത്തരവാദിത്തത്തോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടണം. രാഷ്ട്രീയ വൈരാഗ്യം മൂലം എതിർ പാർട്ടി പ്രവർത്തകരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ഫോം 7 ദുരുപയോഗം ചെയ്യും എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പുതിയതായി വോട്ട് ചേർക്കുന്നവർക്ക് ഫോം 6ഉം ഫോം 6A വോട്ട് നീക്കം ചെയ്യപ്പെടുന്നവർ ഫോം 7 ആണ്. ഫോമിലെ തിരുത്തലുകൾ ഫോം 8 ആണ്. ഇത് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭ്യമാക്കുകയും ചെയ്യണം. അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടണം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച പരാതി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അടിയന്തരമായി ഇടപെടണം. അതുപോലെ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച പൗരന്മാർ